ഗൈസ്, ഇന്ന് നമ്മൾ പേപ്പർ കൊണ്ട് പശയും ടേപ്പും ഒന്നുമില്ലാതെ നമുക്കൊരു പേപ്പർ ഓർഗനൈസർ ഉണ്ടാക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പോർഷനും ഇതും ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇതാ ഇവിടെ നല്ലൊന്ന് ഇങ്ങനെ ഇതാക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പോർഷന് ഇതുപോലെ ഇങ്ങോട്ട് ഇത് ചെയ്യും. ഇങ്ങനെ നല്ല നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യും. എന്നിട്ട് നമ്മളിപ്പോൾ മടക്കിയത് ഇങ്ങോട്ട് നിവർത്തി കൊടുത്തിട്ട് ഈ ഒരു പോർഷനും ഈ നമ്മൾ നേരത്തെ ഇതാക്കിയ ഈ വരന്റെ ദിമക്ക് തന്നെ നോക്കിയിട്ട് ഇങ്ങോട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരത്തേതും അതിൻ്റെ ഒപ്പം മുട്ടി വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇതാ അതുപോലെ തന്നെ ഇതും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒന്ന് ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഈ ഒരു ഇതിൽ കിട്ടും. ഇനി നമ്മളിത് ഇങ്ങോട്ടും ഈ ഒരു സൈഡിലേക്കും ആക്കിയിട്ട് നമ്മളിങ്ങനെ മടക്കി കൊടുക്കാം. ഇതാ രണ്ടെണ്ണം ചെയ്യണം കേട്ടോ. ഇതെന്തിനാണ് നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാവും. എന്നിട്ട് ഈ ഒരു ഇത് ഇങ്ങോട്ടുണ്ട് മടക്കി കൊടുക്കുക. അപ്പൊ അതാ ഈ ഒരു രൂപത്തിൽ കിട്ടും. ഈ ടൈമിൽ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പിക്ചർ എന്തെങ്കിലുമൊക്കെ വരച്ചു കൊടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഭാഗം ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഇത് എടുത്തിട്ട് ഇങ്ങോട്ട് വെച്ച് കൊടുക്കുക. അപ്പൊ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഇത് എടുത്തിട്ട് ഇതാ ഈ ഒരു ഭാഗത്ത് വെച്ച് നോക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇതുപോലെ കിട്ടും. എന്നിട്ട് ഇതെടുത്തിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പൊ ഇതാ ഒരു ഇതായി ഇങ്ങനെ പശ ഒട്ടിക്കാതെ നമുക്ക് ആ ഒരു രീതി. ഇനി ഇതും ഒരു അതുപോലെ അങ്ങനെ ഇതിനൊക്കെ ഇതാക്കിയിട്ട് സിമ്പിൾ സാധനം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോ എന്താന്ന് മനസ്സിലായോ? ഡബ്ബറും ഇതൊക്കെ ഇട്ടേക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഓർഗനൈസർ ആണ്. ഇതാണെങ്കിൽ പെൻസിലൊക്കെ ഇട്ട് വെക്കാം. അത്രയൊക്കെ കാര്യമല്ലേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.